ഫ്രണ്ട്സ്, അങ്ങനെതാ ഈ വർഷത്തെ അവസാന ദിവസവും എത്തിയിരിക്കുക. എത്ര പെട്ടെന്ന് ഒരു വർഷം പോയിക്കൊണ്ടിരിക്കണേ. പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തീരാത്ത പോലെ, ഒരിക്കലും തീരാത്ത പോലെ തോന്നിക്കൊണ്ടിരുന്ന വെച്ചാൽ. പക്ഷേ ഇപ്പോൾ ഒരു വർഷം പോകണമെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ഒരു വർഷം തീരണം. അതുകൂടെ തന്നെ ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സായി. ഇനിയിപ്പോൾ ഇതാ അടുത്ത വർഷം തുടങ്ങാറായി. അങ്ങനെ ഇതാ 2024 ലാസ്റ്റത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര നാളായിട്ട് ഞാനിതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ദിവസമല്ലേ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ രാവിലെ എണീറ്റു. രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പതിവ് പോലെ തന്നെ. ഞാനപ്പോൾ വിചാരിച്ചു ഒന്ന് ചായ ഉണ്ടാക്കിയേക്കാമെന്ന്. ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ പാൽ ചായ കുടിക്കുന്ന പതിവുണ്ട്. എനിക്ക് ആ പതിവില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റാൽ ഞാൻ ഒരു ചായയും കുടിക്കാറില്ല. കട്ടൻ ചായയും കുടിക്കാറില്ല, പാൽ ചായയും കുടിക്കാറില്ല. വൈകുന്നേരം മാത്രമേ ഞാനൊരു കട്ടൻ ചായ വല്ലതും കുടിക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് വല്ലതും തോന്നിയാൽ ഒരു പാൽ ചായ വല്ലതും കുടിച്ചാലേ. പാൽ ചായ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു പാൽ ചായ കുടിച്ചാൽ എനിക്ക് പെട്ടെന്നൊരു ഉഷാർ കിട്ടണ പോലെയൊക്കെ തോന്നും. അതേപോലെ തന്നെ നല്ല കടുപ്പവും വേണം. ഞാൻ ഉണ്ടാക്കണ പാൽ ചായ എനിക്ക് നല്ല കടുപ്പത്തിലുള്ളതാണ് ഇഷ്ടം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും നേരിയ കടുപ്പമുള്ളതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി അമ്മക്ക് ഗ്ലാസ് കൊടുത്തു. അമ്മക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമല്ലേ, ഇച്ചിരി പാൽ ചായ ഞാനും കുടിച്ചേക്കാം. അങ്ങനെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് ചായ എടുത്തിട്ട് വന്നിട്ട് ഞാനും അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞു, ഇതെല്ലാം ഫൈനൽ ചിയേഴ്സ് ടു ദിസ് ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു ചിയേഴ്സൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നു വെച്ചു. നമുക്ക് പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തിന്നാനൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഗ്ലാസ് പാൽ ചായ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ നോമ്പെടുക്കുന്ന സമയത്ത് അമ്മ ഏറ്റവും കൂടുതലായിട്ട് ഉപേക്ഷിക്കാനുള്ളതും പാൽ ചായ തന്നെയാണ് കേട്ടോ. നോമ്പിൻ്റെ സമയത്ത് അമ്മ പാൽ ചായ കുടിക്കാറില്ല. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഉപേക്ഷിക്കുക, അതാണല്ലോ നമ്മൾ നോമ്പെടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാൽ ചായയൊക്കെ കുടിച്ച് അവിടെ കുത്തിയിരുന്നു. കുറച്ച് നേരം അവിടെ കുത്തിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊക്കെ ചെറിയൊരു മൂശാട്ടം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാൻ പാടില്ല, കുറച്ച് ദിവസമായിട്ട് അതും രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല കടിച്ചില്ല. നേരത്തേക്ക് അങ്ങനെയല്ല, ചിരിച്ചോണ്ടൊക്കെ എണീറ്റ് വരുമായിരുന്നു. ഇപ്പോൾ അതേപോലെ പുന്നാരം കൂടുതലും അതേപോലെ തന്നെ ഭയങ്കര മൂശാട്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ അവന് പാട്ട് വെക്കണം. ഇപ്പോൾ പാട്ട് വെക്കുന്നത് ഭയങ്കര ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിക്കൊണ്ടിരിക്കണം. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ അമ്മ പാട്ടെന്ന് പറഞ്ഞ് ഞാൻ വന്നത്. അങ്ങനെ അമ്മാമ്മയും കൊച്ചും കൂടി കുത്തിയിരുന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കൊണ്ടുകൊണ്ടിരുന്ന് വെച്ചു. ഫോണിൽ ഞാൻ അങ്ങനെ അധികം വെച്ച് കൊടുക്കാറില്ല, TV-യിലാണ് കൂടുതലും വെച്ച് കൊടുക്കാറ്. അപ്പോൾ അവൻ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും പരിപ്പറിയായിരുന്നു. അങ്ങനെ പുട്ടും പരിപ്പറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കഴിച്ചിട്ടാകുമ്പോൾ പിന്നെ എനിക്ക് അവൻ്റെ പുറകെ നടക്കാമല്ലോ, അവന് ഫുഡ് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാനിപ്പോഴൊന്നും ഫുഡ് കഴിക്കുന്നില്ല. അവന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരവും. അങ്ങനെ എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ള ഫുഡുമായിട്ട് വന്നു. അതിന് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചില നേരം നല്ല സുഖം, ചില നേരം ഭയങ്കര പാടാണ്. ഓരോ സമയത്ത് അവൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ചില നേരം ഇങ്ങനെ തലയും തിരിച്ചുകൊണ്ട് ഒറ്റ പോക്കായിരിക്കും. പിന്നെ പുറകെ ഓടി നടന്ന് കൊടുക്കേണ്ടി വരും. ചില സമയത്താണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ആളെൻ്റെ കയ്യിലിരുന്ന് അനങ്ങാണ്ടിരുന്ന് കഴിക്കും. ഓരോ സമയവും അതിന് ഓരോ മൂഡായിരിക്കും. അങ്ങനെ അവൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് അവനെ കുളിപ്പിക്കാനായിട്ട്, കുളിപ്പിച്ച് റെഡിയാക്കൽ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും പിന്നെ അതിനെ കുളിപ്പിക്കൽ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇടാനായിട്ടുള്ള പരിപാടിയില്ല. ഉടുപ്പൊക്കെ ഇടാനായിട്ട് അതിനെ പിടിച്ചിരുത്താനായിട്ട് ചില നേരം ഇതേപോലെ തന്നെയാണ്. ഓരോ സമയം ഓരോ സ്വഭാവമാണല്ലോ, അതുകൊണ്ട് ചില നേരം ഇരുന്ന് തരും, ചില നേരം ഇരുന്ന് തരില്ല. പിന്നെ ആൾക്ക് ലോഷൻ പെട്ടണത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കയ്യിലും കാലിലൊക്കെ കുളിയൊക്കെ കഴിയുമ്പോഴേക്ക് ലോഷൻ പെട്ടണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ചില നേരം അമ്മ എന്ന് പറഞ്ഞിട്ട് കാല് ചൂണ്ടിക്കാണിക്കും ലോഷൻ പെട്ടാനായിട്ട്. അപ്പോൾ ലോഷൻ പെട്ടാനായിട്ട് പറഞ്ഞപ്പോഴേക്കും അവിടെ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേഗം അനങ്ങാണ്ട് വലിയ നല്ല കൊച്ചായിട്ട് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ അവൻ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അനങ്ങാണ്ടൊക്കെ ഇരുന്ന് തരും. ആ പിള്ളേരങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ ഉറക്കാനൊക്കെ നോക്കിയെങ്കിലും ആൾക്ക് ഉറക്കമൊന്നും വന്നില്ല. സാധാരണ കുളിയൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനൊരു ഉറക്കം പതിവുള്ളതാണ്. പിന്നെ ഇന്നിച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റോബർട്ടൊക്കെ വന്നപ്പോഴേക്കും അപ്പാപ്പനും കൊച്ചുവിനൊക്കെ കൂടി ഭയങ്കര കളിയായിരുന്നു. അവൻ്റെ ഒരു മുഖംമൂടി തപ്പിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അത് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ കറിയുടെ പരിപാടിക്കൊക്കെ നോക്കി. കറിക്ക് ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാനുണ്ടായിരുന്നില്ല, ഇന്നലത്തെ കറിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ മീനൊക്കെ ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അത് വറുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു, അതും വറുത്തു. കറിയൊക്കെ ബാക്കിയുള്ള കറികളൊക്കെ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു. ഉച്ചക്ക് ചേട്ടൻ വരുമ്പോൾ ചേട്ടക്ക് ഫുഡ് കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണ മീൻകാരൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു മീൻ വാങ്ങിക്കും, പിന്നെ അത് വറുക്കാനും വെട്ടി വെക്കും, അല്ലെങ്കിൽ കറി വെക്കാനാണെങ്കിൽ കറി വെക്കും, തിളപ്പിക്കാനാണെങ്കിൽ തിളപ്പിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ രാത്രിത്തേക്കാണെങ്കിൽ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കറി പിന്നെ രാത്രി ആരും കൂട്ടാനും പോകുന്നില്ല, അതുകൊണ്ട് വേറെ ഒന്നും വാങ്ങിച്ചില്ല. ചേട്ടൻ വന്നപ്പോഴേക്കും പപ്പയും മോനും കൂടെ കുത്തിയിരുന്ന് TV കാണാൻ തുടങ്ങി. TV കാണുന്നതന്നെ ഇപ്പോൾ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അവനെ ചേട്ടൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ ദേ അലക്കാനുള്ള തുണിയൊക്കെ എല്ലാം കൊണ്ടുപോയിട്ടു. അലക്കാനായിട്ടുള്ള വാഷിംഗ് മെഷീനൊക്കെ എല്ലാം വെച്ചേക്കണത് പുറകുവശത്താണ്. പുറകുവശം തന്നെ വീടിൻ്റെ സൈഡിലായിട്ട് വരും. ഇത് പഴയ വീടിൻ്റെ 2 മുറിയുടെ ഭാഗമാണ്. ആ 2 മുറി പൊളിച്ച് കളഞ്ഞിട്ടില്ല, അത് അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു നേരത്തെ വാഷിംഗ് മെഷീൻ എഴുന്നേച്ചത്. പക്ഷേ ഇപ്പം പുറത്ത് തന്നെ ഇട്ടിരിക്കുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ കൂടുതലും മീറ്റിംഗ് ഒക്കെ വെക്കുന്നതൊക്കെ ആ റൂമിൽ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ചേട്ടയുടെ അതേപോലെ അപ്പൻ്റെയൊക്കെ ഓരോ പണി സാധനങ്ങളും അവരുടെയൊക്കെ വർക്ക് സൈറ്റിൽ വരുന്ന ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ അപ്പുറത്തെ ഒരു സ്റ്റോർ റൂം പോലെ ആ ഒരു റൂം ഒരു സ്റ്റോർ റൂം പോലെ ആക്കി എടുത്തിരിക്കുക. അപ്പോൾ അങ്ങനെ അതിനകത്ത് വെക്കും. അതങ്ങനെ ചെറിയൊരു ഗോഡൗൺ പോലെ കിടക്കാണ്. ഇപ്പോഴത്തെ റൂമിലാണ് അവർ സാധാരണ മീറ്റിംഗ് ഒക്കെ വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ താമസിക്കുന്ന വീട് ഒരു മെനകേടാവ് അങ്ങനെ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ചീത്താവാത്ത കാര്യങ്ങളൊന്നും വന്നില്ല. അലക്കാനുള്ള തുണികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വേണമെന്ന് ചേട്ടക്ക് പോയി ചോറൊക്കെ എടുത്ത് കൊടുക്കാണ്ട്. ഞാനിപ്പോൾ മിക്കപ്പോഴും തന്നെ ഉച്ചക്ക് ആകുമ്പോഴാണ് കൂടുതൽ അലക്കാറ്. അതാകുമ്പോൾ ഉച്ചക്ക് അലക്കി എല്ലാം കഴിഞ്ഞിട്ട് നേരെ സ്റ്റേ റൂമിൽ കൊണ്ട് വിളിച്ചിടും. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയാലും ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും എടുക്കുള്ളൂ. അപ്പോൾ അത് അവിടെ തന്നെ കിടന്നോളൂ. അത് കഴിഞ്ഞ് ചേട്ടൻ ഫുഡൊക്കെ കഴിച്ച് ചേട്ടൻ പിന്നെ വർക്കിന് പോയി. പിന്നെ അതുമൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അതിനിടയിൽ അമ്മ എന്താണ് തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ കക്കക്കാന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും ആദ്യമതേ താഴത്തിരുന്ന് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓരോന്നൊക്കെ കാണിച്ച് എൻ്റെ ശ്രദ്ധ എപ്പോഴും അവനിൽ വേണം. ഞാൻ നോക്കിയില്ലെന്നാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾ കയറി പൊക്കത്തോട്ട് വന്നിരുന്നട്ടോ. പിന്നെ നേരെ എൻ്റെ മടിയിലോട്ടിരുന്നു. അവനാണെങ്കിൽ ഞാൻ കഴിക്കുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ തോണ്ടി വായിൽ വെച്ച് കൊടുക്കണം. അതിപ്പോൾ ഇച്ചിരി എരിവെള്ളമാണെങ്കിലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനായിട്ട് ഫുഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒട്ടും എരിവുണ്ടാകാൻ പാടില്ല, ഉണ്ടെങ്കിൽ അവനോട്ട് കഴിക്കുകയുമില്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അതിനകത്തുനിന്ന് കുറച്ച് മീൻ വറുത്തൊക്കെ ഇല്ല അതൊന്നും വെച്ച് കൊടുത്തോണ്ടിരുന്നു. അവനെ നേരെ അമ്മയുടെ കൊടുത്തിട്ട് പിന്നെ ഞാൻ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി പൊക്കത്തോട്ട് പോയി. തുണി എടുക്കാൻ മാത്രമല്ല കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു. അമ്മ രാവിലെ അലക്കിയിട്ട് വെച്ചുകൊണ്ട് അമ്മയുടെ തുണിയൊക്കെ ഒരു ഉണങ്ങി കിടന്നു വെച്ചു. അതൊക്കെ എല്ലാം കുറച്ചൊക്കെ അടുത്ത് അകത്തോട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ അലക്കിക്കൊണ്ടുവന്ന തുണിയൊക്കെ എടുത്ത് പൊക്കത്തോട്ട് കഴിച്ചു. ഇന്ന് അലക്കി കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു, നല്ല കത്തണ പോലത്തെ വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തുണിയെല്ലാം പുറത്ത് തന്നെ വിരിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ സാധാരണ ഞാൻ സ്റ്റെയർ റൂമിൽ തന്നെയാണ് വിരിച്ചിടാറ്. പക്ഷേ ഇന്ന് പുറത്തിട്ട് കുറച്ചൊക്കെ മാടിക്കഴിഞ്ഞാൽ അത്രയെങ്കിലും തുണി ഉണങ്ങി കിടന്നോളൂല്ലോ. അപ്പോൾ ബാക്കിയുള്ള തുണിയൊക്കെ എല്ലാം പുറത്ത് തന്നെ ഇട്ടിട്ട് കുറച്ച് നല്ല തുണികൾ മാത്രമേ അകത്തിട്ടുള്ളൂ. അതെല്ലാം പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നരച്ചു പോകും. ക്രിസ്മസിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് സീരിയസൊക്കെ ഇട്ടപ്പോഴേക്കും കുറേ അഴകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചും കെട്ടി വേറെ സ്ഥലത്തോടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ പകുതി ഉണ്ട് പകുതി ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. കുറച്ച് തുണിയൊക്കെ എടുത്ത് മാറ്റി ഉണങ്ങിയതൊക്കെ മാറ്റി അങ്ങനെ അവിടെയൊക്കെ നനഞ്ഞ തുണികളൊക്കെ വേറെ കൊണ്ടുവന്ന് വിരിച്ചിട്ടു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കണ്ണൊന്നും പൊക്കാനും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ രാവിലെ ചെയ്യണമെങ്കിൽ ഈ പണിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ശരിയാണ്, രാവിലെ ചെയ്യണമെങ്കിൽ ഈ വെയിലും കൊള്ളണ്ട ചൂടും കൊള്ളണ്ട. ഞാൻ തുണി പിടിക്കാൻ വേണ്ടി പോയ നേരത്തിന് ആദ്യമേ അമ്മ എടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ അവൻ ഉറങ്ങാഞ്ഞുകൊണ്ട് തന്നെ ഉച്ചയായപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം ഉറക്കം വന്നിരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു ആൾ. അപ്പോൾ തുണിയൊക്കെ പിടിച്ച് വന്നപ്പോഴേക്കും നേരെ കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാനായിട്ട് ആദ്യമേ തലയിൽ എണ്ണയൊക്കെ പെരട്ടി കുറച്ച് നേരം നിന്നിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് എണ്ണയൊക്കെ നല്ലോണം തലോട്ടിൽ പിടിക്കുകയും ചെയ്യും, നല്ലോണം മുടിയിലൊക്കെ നല്ലോണം ഉള്ളിലേക്ക് വലിയുകയും ചെയ്യും. എണ്ണയൊക്കെ തലയിൽ പെരട്ടി കുറച്ച് നേരം കഴിഞ്ഞ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നേരെ പാത്രം കഴുകാൻ വേണ്ടി ചെന്നു. അതാകുമ്പോൾ ആ മുടി അവിടെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതവിടെ മുടിയിലൊക്കെ പിടിച്ചോളുമല്ലോ. അപ്പോൾ ആ നേരത്തിന് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി നിന്നു. അപ്പോഴത്തേക്ക് സുചിയാണെങ്കിൽ രാത്രിത്തേക്കുള്ള ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഇറച്ചി കറി വെച്ചിട്ട് വേറെ എന്തെങ്കിലും വല്ല ചപ്പാത്തിയോ പൊറോട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. 31st അല്ലേ, രാത്രി ആകുമ്പോഴേക്കും കസിന് ഇപ്പോൾ റോബർട്ടങ്കയൊക്കെ വരും, റോബർട്ടങ്ക റിൻസനൊക്കെ വരും. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വന്നാൽ നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണമല്ലോ. ഒരു ചെറിയ രീതിയിൽ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നടത്താമെന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ കഴുതി വെച്ചേക്കണമല്ലോ. അപ്പോൾ രാത്രിത്തേക്കുള്ള ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിൻ്റെ പണിയിലൊക്കെ പോകാൻ വേണ്ടി പോയി. ഇറച്ചി പുഴുങ്ങാനും വെക്കണം. അതേപോലെ നാളെ രാവിലത്തേക്ക് സ്റ്റൂവിനുള്ള ഇറച്ചി സെപ്പറേറ്റ് മാറ്റി വെക്കണമായിരുന്നു. അപ്പോൾ അമ്മ ഇറച്ചിയുടെ പുഴുങ്ങാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കണമായിരുന്നു. പണിയുടെ കൂടെ ഓരോ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതേപോലെ അപ്പുറത്തെ വീട്ടിൽ ജെൽസിയാനെ കണ്ടപ്പോൾ അവരോടൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേച്ചു. അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും നേരെ പിന്നെ കുളിക്കാൻ വേണ്ടി പോയി. കുളിക്കാനൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഒരു റിഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ള ചായയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കട്ടനൊക്കെ കൂടി അടിച്ചേക്കാന്ന്. അങ്ങനെ വൈകുന്നേരം നല്ലൊരു കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടൻ വന്നപ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ള കഴിക്കാനുള്ള ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അതൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ആദ്യമേ ചേട്ടനെ കണ്ടപ്പോഴേക്കും ആദ്യമേ തന്നെ ഇവിടെ മേത്തോട്ട് ചാടി വീഴുന്നുണ്ടായിരുന്നു. അവൻ വിചാരിച്ചത് ചേട്ടൻ അവനെയും കൊണ്ട് പുറത്തോട്ടൊക്കെ പോകും. കാരണം ചേട്ടൻ്റെ തലയിൽ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ ആ ചേട്ടൻ കൊണ്ടുകൊണ്ട് പോകും. പക്ഷേ പോയൊന്നുമില്ല. നേരെ അകത്തോട്ട് കയറിയപ്പോഴേക്കും ആളുടെ മുഖമൊക്കെ ചെറുതായിട്ടൊക്കെ മാറുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ നേരെ ആ കിറ്റൊക്കെ കാണിച്ചാൽ അതും മതി അമ്മക്കുള്ള സാധനമൊക്കെ പപ്പ വാങ്ങിച്ചിട്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളിപ്പിച്ചു. അതുമൊക്കെയാണെങ്കിൽ വൈകുന്നേരം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവനെ നോക്കിയിട്ട് അവനെ മടിയിൽ വെച്ചുകൊണ്ട് അവനെ ഓരോന്നൊക്കെ കിള്ളി കൊടുത്തോണ്ടൊക്കെ ഇരുന്നേച്ചു. ചേട്ടക്കാണെങ്കിൽ വന്നിട്ട് ചായ പോലും കുടിക്കാൻ നേരമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണും പിടിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് വീട്ടിലോട്ട് പോയിട്ടില്ലല്ലോ.
അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമ്മൾ ഇനി ഈ വർഷം കാണുന്നില്ലല്ലോ അവരെ, അപ്പോൾ അടുത്ത വർഷമല്ലേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പപ്പാഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടിപ്പിച്ച് പപ്പയും ഒരു വെറൈറ്റി ആയിട്ടുള്ള പോലത്തെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നേരെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു സാൻറ്റേടുമൊക്കെ ഓരോരോ ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഒരു ചെറിയ പോക്കറ്റിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മിഠായിയൊക്കെ എടുത്ത് അപ്പാപ്പക്കും അമ്മാമ്മക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ തറവാട്ടിലോട്ട് പോയി. തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനിയത്തിമാർക്കും എല്ലാവർക്കും കേട്ടും സാൻറ്റയുടെ വക ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊടുക്കാനായിട്ടാണെങ്കിലും അവർക്കും അത് ഭയങ്കര കാര്യമായി. ആൻറ്റിയൊക്കെ ആണെങ്കിലും അമ്മൂമ്മക്കാണെങ്കിലും എല്ലാവർക്കും കൊച്ചിങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ നേരം ചെന്നപ്പോഴേക്കും അവിടെ ചേട്ട അലീനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചെറിയ പ്രാക്ടീസിനൊക്കെ വേണ്ടി പോയച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചേട്ടയൊക്കെ വന്നത്. പിന്നെ ചേട്ട വന്നപ്പോഴേക്കും ചേട്ടക്കും കൊടുത്തു അവൻ ഓരോ കുഞ്ഞു ഗിഫ്റ്റായിട്ട് മിഠായൊക്കെ. അത് കഴിഞ്ഞ് ചേട്ട അവന് ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എങ്ങും പോകാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നു. ഒന്നാമത്തെ ഇവിടുന്ന് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം നേരം നിൽക്കാനും പറ്റുന്നില്ല, വേഗം തന്നെ ഇങ്ങോട്ട് പോരാനുണ്ടായിരുന്നു. ഇവിടെ കസിൻസൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും വരുമല്ലോ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പരിപാടികൾ തുടങ്ങാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഡാൻസ് എന്നുള്ളതൊക്കെ ആയിട്ട് അവർ പൊക്കത്തോട്ട് പോയി. എനിക്ക് ഇവിടെ ചെറിയ പരിപാടികളും കുറച്ച് എഡിറ്റിങ്ങും അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ താഴത്ത് ഇരുന്നേച്ചു. പൊക്കത്ത് നല്ല പാർട്ടിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കയറി ചെന്ന് പൊക്കത്ത് വന്നപ്പോഴേക്ക് നല്ല ഡാൻസും കൂത്തൊക്കെ തന്നെ. ആ പ്രാവശ്യം ചേട്ടൊക്കെ ന്യൂ ഇയർ ആകുമ്പോഴേക്കും രാത്രി എങ്ങോട്ടെങ്കിലും പോകും കേട്ടോ. ഫോട്ടോച്ചിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകാറുണ്ട് സാധാരണ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂലങ്കുഴിയിലായിരുന്നു. അവിടെയായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ. പപ്പാഞ്ഞിനെ കത്തിക്കലും പരിപാടികളുണ്ടായിരുന്നു. അതേപോലെ ഫോട്ടോച്ചിലാണെങ്കിലും ഫോട്ടോച്ചിൽ പോയിട്ട് റൗണ്ടൊക്കെ അടിച്ച് അവിടെ ഓരോ സ്ഥലത്ത് പപ്പാഞ്ഞികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പല പല രീതിയിലൊക്കെയുള്ള. അതൊക്കെ എല്ലാം കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ മൂലങ്കുഴിയിൽ വന്നിട്ട് അവിടെ പാട്ടും ഡാൻസും അങ്ങനെ പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എങ്ങും പോയില്ല. ഇപ്രാവശ്യം വീട്ടിൽ തന്നെ കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് തുള്ളലൊക്കെ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പാഞ്ഞിൻ്റെ കത്തിക്കൽ പരിപാടികളൊന്നും വീട്ടിൽ ചെയ്തൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ കൂടെ ആദ്യമേ ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. അമ്മയും വന്ന് പൊക്കത്തോട്ട് കൊച്ചാണെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. നേരെ പൊക്കത്തോട്ട് പോകാനായിട്ടാണെങ്കിൽ അവന് അതിലും വലിയ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ അപ്പാപ്പനൊക്കെ കൂടി ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വന്നത് നിന്നത് ഒരേ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ തന്നെയായി എനിക്കും ഡാൻസ് കളിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ എല്ലാവരുടെയും കൂടി നമുക്ക് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ ആദ്യമേ എടുത്തിട്ടൊക്കെ അമ്മ പിന്നെ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവുന്നില്ല. അമ്മനെ വിളിച്ചാലും അമ്മ വരാറുന്നില്ല. അമ്മ കൊച്ചിനെയൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കൊഞ്ചിക്കലും ലാളിക്കലൊക്കെ അല്ലാണ്ട് അമ്മ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പരിപാടി നിൽക്കുന്ന അമ്മ നിന്നൊന്നുമില്ല. അമ്മക്ക് പൊതുവെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ചമ്മൽ അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അമ്മ സാധാരണ ഡാൻസ് കളിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടാറില്ല. ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് കൈയൊക്കെ കൊട്ടിയിരിക്കുമെങ്കിലും ഇറങ്ങി കളിക്കുന്ന പരിപാടിക്കൊന്നും അമ്മ നിൽക്കാറൊന്നുമില്ല. അങ്ങനെ 2025 കൂകി വിളിച്ചുകൊണ്ട് അങ്ങനെ സ്വാഗതം ചെയ്തു. 2025 ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു കിടന്ന ഒച്ചത്തിൽ കാറ് വിളിച്ചുകൊണ്ട് എൻ്റെ സൗണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ 2024 തീർന്ന് 2025 നമ്മൾ കടന്നു. അപ്പോൾ ഈ ഒരു വർഷം അങ്ങനെ തീർന്നു കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.